നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ബ്ലോക്ക് 2 യൂണിറ്റ് 1 പാർട്സ് ഓഫ് സ്പീച്ച്. സോ വാട്ട് ആർ ദ പാർട്സ് ഓഫ് സ്പീച്ച്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നൗൺസ്, വേർബ്സ്, ആഡ്ജക്റ്റീവ്സ്, ആഡ്വർബ്സ്, പ്രോനൗൺസ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ആൻഡ് ഇന്റർജങ്ഷൻസ്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷന്റെ ഫൗണ്ടേഷൻ ആണ്. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സെന്റൻസ് ഫോം ചെയ്യണമെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയുള്ള നോളജ് ആവശ്യമാണ്. അപ്പൊ എന്താണ് നൗൺസ്? നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ദേ ആർ നെയിമിംഗ് വേർഡ്സ്. ആൾക്കാർക്ക്, സ്ഥലങ്ങൾക്ക്, സാധനങ്ങൾക്കൊക്കെ പേര് കൊടുക്കുന്ന വാക്കുകളെയാണ് നമ്മൾ നൗൺസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ രശ്മി, കോളേജ്, ഫ്രണ്ട്ഷിപ്പ്, ബ്യൂട്ടി, ഇതെല്ലാം നൗൺസ് ആണ്. നൗൺസിനെ നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്നും ആബ്സ്ട്രാക്ട് നൗൺസ് എന്നും പറഞ്ഞ് തരം തിരിച്ചിരിക്കുന്നു. ഇപ്പൊ എന്താണ് കോൺക്രീറ്റ് നൗൺസ്, എന്താണ് ആബ്സ്ട്രാക്ട് നൗൺസ്? കോൺക്രീറ്റ് നൗൺസിന് വളരെ റിയൽ ആയൊരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് കാണാനും കേൾക്കാനും തൊടാനും എല്ലാം പറ്റും. ആബ്സ്ട്രാക്ട് നൗൺസിന്റെ പേര് പറയുന്നത് പോലെ ആബ്സ്ട്രാക്ട് ആണ്. അതിനൊരു മെറ്റീരിയൽ ഷേപ്പ് ഇല്ല. ഐഡിയാസ്, ഫീലിങ്സ് എല്ലാം ആബ്സ്ട്രാക്ട് നൗൺസ് ആണ്. ഫോർ എക്സാമ്പിൾ ബോയ്, മാൻ, ഇന്ത്യ, കേരള, ഇതെല്ലാം കോൺക്രീറ്റ് നൗൺസ് ആണ്. അതേസമയം ടെമ്പറേച്ചർ, സ്ലീപ്പ്, പോവർട്ടി, ബ്രൈറ്റ്നസ്, റിയാലിറ്റി, അവയർനെസ്, സാനിറ്റി എല്ലാം ആബ്സ്ട്രാക്ട് നൗൺസ് ആണ്. ഇനി കോൺക്രീറ്റ് നൗൺസിനെ വീണ്ടും പലതായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, കളക്റ്റീവ് നൗൺസ് ആൻഡ് മെറ്റീരിയൽ നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ആളുടെ പേരാണ് പ്രോപ്പർ നൗൺ. ഫോർ എക്സാമ്പിൾ ഗാന്ധി, ഇന്ത്യ. കോമൺ നൗൺസ് എന്ന് പറയുന്നത് ഒരേ ക്ലാസ്സിലുള്ള, ഒരേ കൈൻഡ് ആയിട്ട് നമുക്ക് പെടുത്താൻ പറ്റുന്ന നൗൺസിന്റെ പേരാണ്. സോ മാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനി മാൻ. ടീച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനി ടീച്ചർ. ജനറൽ ആയിട്ടാണ് നമ്മൾ കോമൺ നൗൺസ് എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നത്. ഇനി കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞെങ്കിൽ ഗ്രൂപ്പ്സിനുള്ള പേരാണ്. അതായത് ടീം, ഗവൺമെന്റ്, ക്രൗഡ്, ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ്. മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലിന്റെ, ഒരു സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പേരാണ് മെറ്റീരിയൽ നൗൺസിൽ വരിക. കോയർ, സോയിൽ, വുഡ്, ഗോൾഡ്, ഇതെല്ലാം മെറ്റീരിയൽ nouns ആണ്. Now moving on to countable and uncountable nouns. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് അതെന്താണെന്നുള്ളത്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലൂറൽ ഫോമുള്ള നൗൺസിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. കൗണ്ടബിൾ നൗൺസിന് മുൻപ് നമ്മൾ എ, ആൻ അല്ലെങ്കിൽ ദ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ആൻ ആപ്പിൾ ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ആ ടേബിളിൽ ഒരു ആപ്പിൾ ഉണ്ട്. ആൻ ആപ്പിൾ ഇസ് സംതിങ് ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്. ഇനി അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേര് പോലെ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ആബ്സ്ട്രാക്ട് ഐഡിയാസിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും പലപ്പോഴും. അതായത് വിസ്ഡം, ഫൺ ഒക്കെ. പിന്നെ അതിനൊന്നും പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ അതിനു മുൻപ് എ, ആൻ അല്ലെങ്കിൽ ദ ഉണ്ടായിരിക്കുന്നതല്ല. ചില എക്സാമ്പിൾസ് അഡ്വൈസ്, അപ്ലോസ്, ബാഗേജ്, വെദർ, ഇതെല്ലാം അതിലുള്ള എക്സാമ്പിൾ. ചില നൗൺസ് അതിന്റെ മീനിങ് അനുസരിച്ച് കൗണ്ടബിൾ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ട് മാറും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോഫി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പൊ അവിടെ കോഫി അൺകൗണ്ടബിൾ ആണ്. അതേസമയം കോഫി എന്നുള്ളത് തന്നെ പ്ലീസ് സെർവ് 3 coffees ടു ദാറ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റില്, ആ ഒരു മീനിങ്ങില് കോഫി കൗണ്ടബിൾ ആണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് ഇസ് എ സ്വീറ്റ് ഫുഡ് മെയ്ഡ് ഫ്രോം കൊക്കോ ബീൻസ്. അവിടെ ചോക്ലേറ്റ് അൺകൗണ്ടബിൾ ആണ്. ഷീ ഹാസ് ഓൾറെഡി ഈറ്റൺ 2 chocolates എന്ന് പറയുമ്പോൾ അവിടെ ചോക്ലേറ്റ്സ് കൗണ്ടബിൾ ആണ്.
നമ്മൾ വേറെ ചില എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഹിയർ ആർ മൈ ലഗേജസ് എന്ന് പറയുന്നത് അവിടെ ഇൻകറക്റ്റ് ആണ്. ഹിയർ ഇസ് മൈ ലഗേജ് എന്നാണ് പറയേണ്ടത്. ദ ടീച്ചർ ഗേവ് ഹർ മെനി ഗുഡ് അഡ്വൈസസ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ദ ടീച്ചർ ഗേവ് ഹർ മച്ച് ഗുഡ് അഡ്വൈസ് എന്ന് പറയുന്നതാണ് അവിടെ കറക്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കോമ്പൗണ്ട് നൗൺസും പൊസസീവ് നൗൺസും. രണ്ടോ അതിൽ കൂടുതലോ വാക്കുകളുടെ കോമ്പിനേഷൻ കൊണ്ടുണ്ടാക്കുന്ന നൗൺസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ സെറ്റ് 1 വാക്കുകൾ നോക്കുക. റെയിൻഫോൾ, പോലീസ്മാൻ, ഡൈനിങ് ടേബിൾ, ലഞ്ച് ബോക്സ്, ഇതെല്ലാം കോമ്പൗണ്ട് നൗൺസ് ആണ്. അതേസമയം സെറ്റ് 2 നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊസഷൻ ആണ് കാണിക്കുന്നത്. അല്ലെ, ശാലിനീസ് കാർ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ കാർ, അവിടെ പൊസഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ പൊസഷൻ കാണിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ പൊസസീവ് നൗൺസ് എന്ന് പറയുന്നത്. ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ കാണിക്കുന്ന നൗൺസിന്. പിന്നെ പ്ലൂറൽ നൗൺസിന്റെ കേസിൽ, എസ്സിൽ അവസാനിക്കുന്ന പ്ലൂറൽ നൗൺസിന്റെ കേസിൽ നമ്മളൊരു അപ്പോസ്ട്രഫി മാത്രമേ പൊസഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യൂ. Now let's talk about gender. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 3 ഡിസ്റ്റിങ് ജെൻഡേഴ്സ് ഉണ്ട്. മാസ്കുലിൻ ജെൻഡർ, മെയിൽ സെക്സിനെ ഡിനോട്ട് ചെയ്യുന്ന മാസ്കുലിൻ ജെൻഡർ, എക്സാമ്പിൾ മാൻ, അങ്കിൾ, ബ്രദർ. പിന്നെ ഫെമിനിൻ ജെൻഡർ, ഫീമെയിൽ സെക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഫെമിനിൻ ജെൻഡർ, വിമൻ, ആൺസ്, സിസ്റ്റർ, എക്സെട്ര. പിന്നെ ന്യൂട്രൽ ജെൻഡർ ഉണ്ട്, ഇനാനിമേറ്റ് ആയിട്ടുള്ള സാധനങ്ങളെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ന്യൂട്രൽ ജെൻഡർ ഉണ്ട്. ഇപ്പൊ ചില എക്സാമ്പിൾസ് നോക്കുക. കിങ് എന്ന് പറയുന്നത് മാസ്കുലിൻ ആണ്, അതിന്റെ ഫെമിനിൻ ആണ് ക്വീൻ. നെഫ്യൂ എന്ന് പറയുന്നത് മാസ്കുലിൻ ആണ്, അതിന്റെ ഫെമിനിൻ ആണ് നീസ്. എന്താണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്? സിംഗുലർ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ട്. പിന്നെ നമുക്കൊരു സിംഗുലർ നൗൺ അറിയാമെങ്കിൽ ഹൗ ഡു വി ഫോം എ പ്ലൂറൽ? സാധാരണ നമ്മൾ ചെയ്യുന്നത് എസ് അല്ലെങ്കിൽ ഇഎസ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കാം, മങ്കി, monkeys, pen, pens, flowers, flower, flowers. ഇനി കോൺസണന്റിൽ എൻഡ് ചെയ്ത് വൈ അത് കഴിഞ്ഞിട്ട് വരുന്ന നൗൺസിന്റെ കേസിൽ, ഫോർ എക്സാമ്പിൾ സ്റ്റോറി പോലെയുള്ള ഒരു വാക്ക്, ആ വൈനെ നമ്മൾ IES ആയിട്ട് മാറ്റും. സ്റ്റോറി, സ്റ്റോറീസ്, കമ്പനി, കമ്പനീസ്, സിറ്റീസ്, സിറ്റീസ്. പിന്നെ നൗൺസ് വവൽ അവസാനിക്കുന്നത് കഴിഞ്ഞിട്ട് വൈ വരുന്ന നൗൺസിന്റെ കേസിൽ വി ജസ്റ്റ് ആഡ് എസ്. വാലി, വാലീസ്, ട്രേ, ട്രേസ്, കീ, കീസ്. എഫ് അല്ലെങ്കിൽ ഫിയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ കേസിൽ വി ആഡ് VES. വൈഫ്, വൈഫ്സ്, നൈഫ്, നൈഫ്സ്, ലീഫ്, ലീവ്സ്. പിന്നെ ചില കേസിൽ വവൽസ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പ്ലൂറൽസ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗൂസ്, ഗീസ്, മാൻ, മെൻ, ടൂത്ത്, ടീത്ത്. പിന്നെ കോമ്പൗണ്ട് വേർഡ്സിന്റെ പ്ലൂറൽസിന്റെ കേസിൽ ഇപ്പൊ ബ്രദർ ഇൻ ലോ ഹൈഫണേറ്റഡ് ആണെങ്കിൽ പലപ്പോഴും ബ്രദർ ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ ആയിട്ടാണ് മാറുന്നത്. സെയിം വിത്ത് സിസ്റ്റർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ. പിന്നെ മാൻ സെർവന്റ് പോലെയുള്ള വാക്കുകളുടെ കേസിൽ ജസ്റ്റ് ഇറ്റ് ബിക്കംസ് മാൻ സെർവൻസ്, ജസ്റ്റ് ആഡ് എൻ എസ്. ഗേൾ ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്സും അതേപോലെ തന്നെ ആണ്. പിന്നെ ചില നൗൺസിന് സെയിം സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം ആയിരിക്കും ഉണ്ടാവുക. ഷീപ്പ്, ഷീപ്പ്, ടിയർ, ടിയർ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേർബ്സ് ആണ്. എന്താണ് വേർബ്സ്? വാട്ട് ആർ വേർബ്സ്? വേർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദി സിംപ്ലസ്റ്റ് ടേംസ് ദേ ആർ ആക്ഷൻ വേർബ്സ്. ഒരു ആക്ഷനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ, ഒരു ഒക്കറൻസിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വേർബ്സ്. എക്സാമ്പിൾ ഡാൻസിങ്,
റീഡിങ്. ഇതെല്ലാം എക്സാമ്പിൾ ആണ്. Next, let's talk about lexical verbs and auxiliary verbs. Learn, eat, sleep, write പോലെയുള്ള വേർബ്സിന് ഇൻഡിപെൻഡന്റ് ആയ മീനിങ് ഉണ്ട്. പക്ഷെ such as, am പോലെയുള്ള വേർബ്സിന് ഇൻഡിപെൻഡന്റ് മീനിങ് ഇല്ല. ഈ ഇൻഡിപെൻഡന്റ് മീനിങ് ഉള്ള വേർബ്സിനെയാണ് നമ്മൾ ലെക്സിക്കൽ വേർബ്സ് അല്ലെങ്കിൽ മെയിൻ വേർബ്സ് എന്ന് പറയുന്നത്. ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് ഹെൽപ്പിംഗ് വേർബ്സ്. ഹെൽപ്പിംഗ് വേർബ്സ് ദേ ആർ ഗ്രമാറ്റിക്കൽ വേർബ്സ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മീനിങ് ഇല്ല. ഇപ്പൊ ആം, ആർ, ഈസ് ഇതെല്ലാം ഓക്സിലറി വേർബ്സ് ആണ്. സോ 2 ടൈപ്പ് ഓക്സിലറി വേർബ്സ് ഉണ്ട്. പ്രൈമറി ഓക്സിലറീസും മൊഡാൽ ഓക്സിലറീസും. ഇപ്പൊ പ്രൈമറി ഓക്സിലറീസിൽ പെടുന്നതാണ് ബി. ബിയുടെ വേരിയസ് ഫോംസ് ആണ് ആം, ഈസ്, ആർ, വാസ്, വെർ ഇതെല്ലാം. നമ്മൾ ബിയുടെ ഫോംസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫോംസിലാണ്. പിന്നെ അതേപോലെ പാസീവ് ഫോംസിലാണ്. അതായത് ഹി വാസ് ഹെൽപ്ഡ് ബൈ ഹിസ് ഫ്രണ്ട്, എ ബ്രിഡ്ജ് വാസ് കൺസ്ട്രക്റ്റഡ്. പിന്നെ പ്ലാൻ അല്ലെങ്കിൽ ഓർഡർ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യും. അതായത് ഷീ ഈസ് ടു ഗൈഡ് ദീസ് സ്റ്റുഡൻസ്, ദ പ്രസിഡന്റ് ഈസ് ടു അഡ്രസ് ദ നേഷൻ ടുനൈറ്റ്. അതായത് ടു പ്ലസ് അതിന്റെ നോർമൽ ഫോം. പിന്നെ അതുപോലെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ കാണിക്കാൻ, ദ മീറ്റിംഗ് ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്, ഹി ഈസ് അബൌട്ട് ടു ലീവ്. പിന്നെ ബി ഒരു മെയിൻ അല്ലെങ്കിൽ ലെക്സിക്കൽ വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഷീ ഈസ് ഡിലൈറ്റഡ്, ഹി ഈസ് ആംഗ്രി. അവരെന്താണ് ഫീൽ ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ ഏജ്, വെയിറ്റ്, സൈസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഷീ ഈസ് ഷോർട്ട്, ഹൗ മച്ച് ഇസ് ദിസ് ടോയ്. പിന്നെ എക്സിസ്റ്റൻസ് കാണിക്കാൻ, അതായത് ഹി ഈസ് എ ലോയർ, അവനൊരു ലോയർ ആണ്. പിന്നെ ദ മോർണിംഗ് ഇസ് കാം ആൻഡ് സെറീൻ, അതായത് മോർണിംഗ് വളരെ കാമും സെറീനുമാണ്. പിന്നെ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ, അതായത് ബി ബോൾഡ്, ബി കൈൻഡ്, അവിടെയെല്ലാം നമ്മൾ ബി ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ദർ, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ യൂസ് ചെയ്യുന്നത് ബിയുടെ സബ്ജക്റ്റ് ഒരു ഇൻഡെഫിനിറ്റ് പേഴ്സൺ ഓർ തിങ് ആവുമ്പോഴാണ്. അതായത് ദർ ഈസ് സം വൺ വെയിറ്റിംഗ് ഔട്ട്സൈഡ് യുവർ ഡോർ, ദർ ഈസ് സം വൺ. പിന്നെ ദർ ആർ സം ഫ്ലവേഴ്സ് ഇൻ യുവർ ഗാർഡൻ, അതായത് ഇറ്റ്സ് ഇൻഡെഫിനിറ്റ്. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ദർ ഈസ്, ദർ ആർ എന്ന രീതിയിൽ ബിയുടെ ഫോമിനെ യൂസ് ചെയ്യും. പിന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ യൂസേഴ്സ് ഓഫ് ഹാവ്. ഹാവിന്റെ പലതരത്തിലുള്ള ഫോംസ് ആണ് ഹാസ്, ഹാവ്, ഹാഡ്. ഹാവും പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടെ നമ്മൾ ഡിഫറെന്റ് ടെൻസസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഷീ ഹാസ് സെന്റ് എ ലെറ്റർ. ഇപ്പൊ ഷീ ഹാസ് സെന്റ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് എ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പിന്നെ ഹി ഹാഡ് റിട്ടൺ എ പോയം, അവിടെ ഹാഡ് റിട്ടൺ എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പിന്നെ ഹാവ് പ്ലസ് ഒബ്ജക്ട് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ടു എൻഗേജ് സമ്മൺ ടു ഡു സംതിങ്. അതായത് ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻ, നമ്മൾ ആരെയോ എൻഗേജ് ചെയ്തു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. ഐ ഹാഡ് ദ ടെലിവിഷൻ റിപ്പയർഡ്, അത് എൻ്റെ റൂം ഞാൻ ആരെയോ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു, എൻ്റെ ടെലിവിഷൻ ഞാൻ ആരെയോ വിളിച്ചിട്ട് റിപ്പയർ ചെയ്യിപ്പിച്ചു. പിന്നെ ഹാവ് ടു എന്നത് നമ്മൾ ഒബ്ലിഗേഷൻസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഐ ഹാവ് ടു സ്റ്റഡി വെൽ, എനിക്ക് നന്നായിട്ട് പഠിക്കണം. ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്, എനിക്ക് ഹോംവർക്ക് ചെയ്യണം. പിന്നെ ഹാഡ് ബെറ്റർ പ്ലസ് വേർബിന്റെ നോർമൽ ഫോം നമ്മളൊരു അൺറിയൽ പാസ്റ്റ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഐ ഹാഡ് ബെറ്റർ സ്റ്റേ അറ്റ് ഹോം, ഞാൻ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ യു ഹാഡ് ബെറ്റർ ലീവ് ദ ഹൗസ്,
നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നല്ലത്. So it's something that could be done, something that's a good idea. It's not necessarily something that will be done. പിന്നെ ഹാവിനെ നമ്മൾ മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട്. ഷീ ഹാസ് എ റെഡ് കാർ. പിന്നെ അതുപോലെ ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കാനായിട്ട്, അതായത് മെയിൽ ഹീറ്റ് വീവ്സ് ഉണ്ടാവാറുണ്ടോ, ഡു യു ഹാവ് ഹീറ്റ് വേവ്സ് ഇൻ മെയ്. പിന്നെ 5 മണിക്ക് ടീ ബ്രേക്ക് എടുക്കാറുണ്ടോ. പിന്നെ ഇംപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. അതായത് I have my dinner at 8 PM. They have a party tomorrow. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൂവിന്റെ യൂസസ് ആണ്. ഡൂവിന്റെ വേരിയസ് ഫോംസ് ആണ് ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഡു പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ എംഫസിസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷീ തിങ്സ് ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ് ബട്ട് ഐ ഡിഡ് നോ. അവിടുത്തെ ആ എംഫസിസ്. ഐ ഡു പ്രോമിസ് ഐ വിൽ സപ്പോർട്ട് യു. ഐ ഡു പ്രോമിസ്. പിന്നെ റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട്, മെയിൻ വെർബിന്റെ റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഷീ ലൈക്സ് റീഡിങ് കോമിക് ബുക്സ് ആൻഡ് സോ ഡസ് ഹർ സിസ്റ്റർ. അവിടെ ഡസ് യൂസ് ചെയ്തിരിക്കുന്നത് വീണ്ടും അതേ കാര്യം തന്നെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ലെക്സിക്കൽ വെർബിന്റെ റെപ്പിറ്റേഷൻ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഡു യൂസ് ചെയ്യും. സോ എക്സാമ്പിൾ, ഡു യു സേ നോ ഐ ഡു. പിന്നെ കമ്പാരിസൺസ് കാണിക്കാനായിട്ട് ഡു നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ ഡു, ഷീ ഡാൻസസ് ബെറ്റർ ദാൻ ഹർ ഫ്രണ്ട് ഡസ്. പിന്നെ ഡു പ്ലസ് ഇമ്പറേറ്റീവ് നമ്മൾ ഒരു റിക്വസ്റ്റ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതായത് ഡു ജോയിൻ അസ്, പ്ലീസ് ഡു ഹെൽപ്പ് യുവർ ബ്രദർ. പിന്നെ ഡൂവിനെ നമ്മൾ മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുന്നത് പെർഫോം അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ എന്ന് പറയാനായിട്ട്. ഐ ഡിഡ് ഡു ഇറ്റ്, ഡസ് ഷീ ഡു. ഫോർമൽ ഗ്രീറ്റിംഗ്സിന് വേണ്ടി ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഡു യു ഡു. പിന്നെ അതർ യൂസസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് ഡസ് ഷീ ഡു നൗ, അവിടെ ഓക്യുപ്പേഷൻ എംപ്ലോയ്മെന്റ് കാണിക്കാനായിട്ട്. പിന്നെ വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൊമോഷൻ, അവിടെ ഡു കാണിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല, നോ റോൾ എന്നാണ് ഡു കാണിക്കുന്നത്. ഇനി മൊഡാൽ ഓക്സിലറീസ്. മൊഡാൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് they are usually used to show possibility, promise, etc. ഇവിടെ ഷാൽ യൂസ് ചെയ്തിരിക്കുന്നു നോക്കുക. അതായത് ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യുമെന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ നമ്മൾ ഷാൽ യൂസ് ചെയ്യും. അതായത് ഐ ഷാൽ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമോറോ, ഐ ഷാൽ ലീവ് ഫോർ കൊച്ചി ടുമോറോ മോർണിംഗ് ഇറ്റ്സെൽഫ്. പിന്നെ നമ്മൾ ഷാലിന് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസിന്റെ കൂടെ കമാൻഡ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. അതായത് യു ഷാൽ നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്, ഹി ഷാൽ ലീവ് ദിസ് പ്ലേസ് അറ്റ് വൺസ്. പിന്നെ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ത്രെറ്റ്. പിന്നെ ഡിറ്റർമിനേഷൻ കാണിക്കാനായിട്ട് നമ്മൾ ഷാൽ യൂസ് ചെയ്യും. ഹി ഷാൽ ഓവർകം ദിസ് ക്രൈസിസ്. പിന്നെ ഷുഡ് യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടി അല്ലെങ്കിൽ ഓബ്ലിഗേഷൻ കാണിക്കുക. അത് യു ഷുഡ് നോട്ട് ടെൽ ലൈസ്. പിന്നെ പോസിബിലിറ്റീസ്, സപ്പോസിഷൻസ് കാണിക്കാനായിട്ട്. അതായത് ഇഫ് ഷീ ഷുഡ് കം ടെൽ ഹർ ടു മീറ്റ് മീ. പിന്നെ അൺറിയൽ കണ്ടീഷൻസ് കാണിക്കാനായിട്ട്. അതായത് ഇഫ് ഐ വർ യു ഐ ഷുഡ് ആക്സെപ്റ്റ് ദ ഡിസിഷൻ. ഞാൻ നീ ആയിരുന്നെങ്കിൽ ഐ ഷുഡ് ആക്സെപ്റ്റ് ദ ഡിസിഷൻസ്. പിന്നെ ലെസ്റ്റ് കഴിഞ്ഞിട്ട് ഷാൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് വി ലിസൺ ടു ഹിം ലെസ്റ്റ് ഹി ഷുഡ് ബി ആംഗ്രി. പിന്നെ പോസിബിലിറ്റി കാണിക്കാനായിട്ട് നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. ഹി ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. ഷുഡ് ഷാലിനോട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ ഷുഡ് ലൈക്ക് എന്നുള്ള എക്സ്പ്രഷൻസ് സ്റ്റേറ്റ്മെന്റ്സിന് പൊളൈറ്റ്നെസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ക്യാൻ എന്ന് പറയുന്നത് എബിലിറ്റി കാണിക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹി ക്യാൻ ടോക്ക് ഹിന്ദി ഫ്ലുവൻ്റ്ലി. പിന്നെ പെർമിഷൻ കൊടുക്കാതെ യു ക്യാൻ സിറ്റ് ഹിയർ. പിന്നെ കുഡ് യൂസ് ചെയ്യുന്നത് പോസിബിലിറ്റി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി കാണിക്കുക. യു കുഡ് അച്ചീവ് സക്സസ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ്. പിന്നെ പൊളൈറ്റ് ക്വസ്റ്റ്യൻസ്
ചോദിക്കാനായിട്ട് കുഡ് ഐ ഗെറ്റ് എ പീസ് ഓഫ് പേപ്പർ. പിന്നെ സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റി കാണിക്കാനായിട്ട് മെയിൻലി പാസ്റ്റിലുണ്ടായിരുന്നത്. അതായത് ഇൻ മൈ ചൈൽഡ്ഹുഡ് ഐ കുഡ് ഈസിലി ക്ലൈംബ് എ ട്രീ. പിന്നെ വുഡ് യൂസ് ചെയ്യുന്നത് വില്ലിങ്നെസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ കാണിക്കാനായിട്ട്. ഹി വുഡ് വിസിറ്റ് എ ഡോക്ടർ. പിന്നെ അതേപോലെ ഒരു പാസ്റ്റിലുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമറി ആക്ഷൻ, അതായത് ആഫ്റ്റർ ലഞ്ച് ഹി വുഡ് സ്ലീപ് ഫോർ an hour. പിന്നെ ഒരു വിഷ് കാണിക്കാനായിട്ട് ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. പിന്നെ പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് വുഡ് യു പ്ലീസ് ഗിവ് മീ എ പെൻ. പിന്നെ ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഇംപ്രോബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെ പറ്റി പറയാനായിട്ട് ഞാനൊരു മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ പുതിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കുമായിരുന്നു. ഇഫ് ഐ വർ എ മിനിസ്റ്റർ ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹോസ്പിറ്റൽ. വുഡ് റാദർ ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. ഇനി മെയ് എന്ന് പറയുന്നത് പെർമിഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ മെയ് യൂസ് ചെയ്യും. മേ ഐ ഹെൽപ്പ് യു. പിന്നെ പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ മെയ് യൂസ് ചെയ്യും. ഹി മേ കം ദിസ് ഇയർ. പിന്നെ വിഷ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയ് യൂസ് ചെയ്യും. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. പിന്നെ ഒരു പർപ്പസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ മെയ് യൂസ് ചെയ്യും. സ്റ്റഡി വെൽ സോ യു മേ ഗെറ്റ് ഗുഡ് മാർക്സ്. പിന്നെ മൈറ്റ് യൂസ് ചെയ്യുന്നത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ. ഹി മൈറ്റ് വിൻ ദിസ് ഇലക്ഷൻ. പിന്നെ അതുപോലെ ഒരു ജെന്റൽ റിബ്യൂക്ക് അല്ലെങ്കിൽ എക്സ്ട്രീം പൊളൈറ്റ്നെസ് കാണിക്കാൻ ആയിട്ട്, അതായത് യു മൈറ്റ് താങ്ക് മീ ലേറ്റർ ഫോർ പോയിന്റിങ് ഔട്ട് ദിസ് കോമൺ എറർ. പിന്നെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ought to ആണ്. ought to യൂസ് ചെയ്യുന്നത് മോറൽ ഓബ്ലിഗേഷൻ കാണിക്കാനായിട്ട്. യു ought to help your brother. പിന്നെ നെസസിറ്റി കാണിക്കാനായിട്ട് ഹി ought to buy some utensils. പിന്നെ പാസ്റ്റിനെ പറ്റി പറയാനാണ് ought യൂസ് ചെയ്യുന്നതെങ്കിൽ ought ഒരു പ്രസന്റ് ഇൻഫിനിറ്റീവിന് ശേഷമായിരിക്കണം വരുന്നത്. അതായത് he ought to have encouraged his sister. He ought not to have scolded his friend. ഷുഡിനേക്കാളും പവർഫുൾ ആണ് ought to, ബട്ട് മസ്റ്റിന്റെ അത്ര പവർഫുൾ അല്ല. പിന്നെ നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡെയർ. ഡെയർ എന്ന് പറയുന്നത് ഡിഫൈ എന്നാണ് ഡെയറിന്റെ മീനിങ്. അതൊരു പ്രിൻസിപ്പിൾ വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഹി ഡെയർ ടു കോൾ ദ ലീഡർ എ കൗണ്ട്. പിന്നെ ഓക്സിലറി വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡെയർ യൂസ് ചെയ്യുക വിത്ത് നോട്ടിന്റെ കൂടെയാണ് ഡെയർ യൂസ് ചെയ്യുക. പിന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസസിൽ ഡെയർ യൂസ് ചെയ്യും. ഹി ഡെയർസ് നോട്ട് ആർഗ്യൂ വിത്ത് ഹിസ് ഫാദർ. ഹൗ ഡെയർ ഹി ബ്ലെയിം അസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മസ്റ്റ് ആണ്. മസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓബ്ലിഗേഷൻ കാണിക്കാനായിട്ടാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നെസസിറ്റി കാണിക്കാനായിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ഡിറ്റർമിനേഷൻ, സ്ട്രോങ് ഡിറ്റർമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ നീഡ് എന്ന് പറയുന്നത് റിക്വയർ എന്നാണ് നീഡിന്റെ മീനിങ്. നമ്മൾ പ്രിൻസിപ്പൽ വെർബായിട്ട് നീഡ് യൂസ് ചെയ്യും. ഹി നീഡ് സം ഫുഡ്. പിന്നെ ഓക്സിലറി വെർബായിട്ട് നോട്ടിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. ഹി നീഡ് നോട്ട് വർക്ക് ഇൻ ദാറ്റ് ഫാക്ടറി. പിന്നെ ഹാർഡ്ലിയുടെ കൂടെ നമ്മൾ നീഡ് യൂസ് ചെയ്യും. പിന്നെ ഓൺലിയുടെ കൂടെ യൂസ് ചെയ്യും. പിന്നെ പാസ്റ്റ് ടൈമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവിന് കൂടെ നീഡ് യൂസ് ചെയ്യും. യു നീഡ് നോട്ട് ഹാവ് പെയ്ഡ് ഓൾ ദിസ് മണി ദെൻ. നെക്സ്റ്റ് നമ്മൾ റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ വേർബ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസും സെയിം തന്നെ ആണ്. റെഗുലർ വേർബ്സിന്റെ കേസിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇറഗുലർ വേർബ്സിന്റെ കേസിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പെയിന്റ്, പെയിന്റഡ് റെഗുലർ വേർബാണ് അത്. പക്ഷെ സിംഗ്, സാങ് എന്ന് പറയുന്നത് ദേ ആർ ഇറഗുലർ വേർബ്സ്. പിന്നെ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓബ്ജക്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് വേർബ്സ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സബ്ജക്ട്, ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് കോമൺ ഗ്രാമാറ്റിക്കൽ ടേംസ് ആണ്. ഒരു സെന്റൻസിൽ ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. ആ ആക്ഷൻ എന്തിനെയാണോ എഫക്ട് ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റ്. സോ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് ആ വേർബിന് ഓബ്ജക്റ്റ് ആവശ്യമായിട്ട് ഉണ്ട്.
ഇൻട്രാൻസിറ്റീവ് വേർബിന് ഓബ്ജക്റ്റ് ആവശ്യമായിട്ട് ഇല്ല. ഇപ്പോൾ വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ ലേണിംഗ് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. വാട്ട് ആർ വി ലേണിംഗ്? വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ. പിന്നെ ദേ ആർ ടോക്കിംഗ്, ഇവിടെ ടോക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻട്രാൻസിറ്റീവ് വേർബ്. ഹി ഈസ് സ്ലീപ്പിംഗ്, ആണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് വേർബാണ്. പിന്നെ there are static verbs and dynamic verbs. Dynamic verbsനെയാണ് നമ്മൾ ആക്ഷൻ വേർബ്സ് എന്ന് പറയുന്നത്. ഡൈനാമിക് വേർബ്സിന്റെ കേസിൽ ആക്ഷന്റെ ബിഗിനിങ്ങും ഡെവലപ്മെന്റും പിന്നെ എൻഡും ഉണ്ടായിരിക്കും. സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് ദേ ആർ സ്റ്റേറ്റ് വേർബ്സ്. അതൊരു സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ലവ്, ഫീൽ ഒക്കെ സ്റ്റാറ്റീവ് വേർബ്സ് ആണ്. ഡൈനാമിക് വേർബ്സ് എന്ന് പറയുമ്പോൾ ദേ ടോക്ക് അബൌട്ട് ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ്. Now let's talk about finite and non-finite verbs. Finite verbs എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ നമ്പറും പേഴ്സണും അനുസരിച്ച് ഫോംസ് ചേഞ്ച് ചെയ്യുന്നതാണ് finite verbs. But she wants to sing a song. They want to sing a song. അവിടെ want സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നുണ്ട്. പിന്നെ നോൺ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. ദി ഇൻഫിനിറ്റീവ്, ദ പാർട്ടിസിപ്പിൾ ആൻഡ് ദ ജെറോണ്ട്. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് there are 2 types, to infinitive, bare infinitive. ഇപ്പോൾ he wants to enjoy the holidays എന്ന് പറയുന്നത് to infinitive ആണ്. he can enjoy his holidays എന്ന് പറയുന്നത് bare infinitive ആണ്. to infinitive-നെ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ആഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ആഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, വേർബ്സിന്റെ കോംപ്ലിമെന്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ബെയർ ഇൻഫിനിറ്റീവിനെ മോഡൽ ഓക്സിലറിക്ക് ശേഷം യൂസ് ചെയ്യാറുണ്ട്, ഡു ഫോംസിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെയിൻ വേർബ്സിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റാദർ, ഹാഡ്, ബെറ്ററിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. പ്രിപ്പോസിഷൻസിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ING ഫോം കാണിക്കുന്നത് ഓൺഗോയിങ് ആക്ഷൻ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കാണിക്കുന്നത് കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. ING ആണ് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കാണിക്കുന്നതെങ്കിൽ DED EN ഒക്കെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കാണിക്കുന്നത്. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത് ആസ് എൻ ആഡ്ജക്റ്റീവ്, പിന്നെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട്, ഓബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട്, പിന്നെ അതേപോലെ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസ് യൂസ് ചെയ്യാൻ. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസിൽ, പിന്നെ ആഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഓബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലെറ്റ്സ് നൗ ടോക്ക് അബൌട്ട് ജെറോണ്ട്. ജെറോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേര് വെർബൽ നൗൺ എന്നാണ്. അതായത് ബേസ് ഫോമിന്റെ കൂടെ ING ചേർത്ത് ഫോം ചെയ്യുന്നതാണ് ദ ജെറോണ്ട്. ഡാൻസിങ്, ടെല്ലിങ്, ഫ്ലൈയിങ്, മൂവിങ് എക്സെട്ര. പിന്നെ ജെറോണ്ട് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക? സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പ്രിപ്പോസിഷൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, നൗണിന്റെ അപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹെർ ജോബ് എഡിറ്റിംഗ് ഡോക്യുമെന്റ്സ് ഈസ് ഡിഫിക്കൽട്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആഡ്ജക്റ്റീവ്സ്. ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ദേ ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, ദേ ക്വാളിഫൈ നൗൺസ്. പിന്നെ ഏതൊക്കെ ടൈപ്പ് ആഡ്ജക്റ്റീവ്സ് ഉണ്ട്? ആഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, ആഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, ഡെമോൺസ്ട്രേറ്റീവ് ആഡ്ജക്റ്റീവ്സ്, അതായത് നൗൺസിനെ റെഫർ ചെയ്യാനും പോയിന്റ് ഔട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്റീവ് ആഡ്ജക്റ്റീവ്സ്, പിന്നെ പൊസസീവ് ആഡ്ജക്റ്റീവ്സ്. പിന്നെ വി ഹാവ് പാർട്ടിസിപ്പൽ ആഡ്ജക്റ്റീവ്സ്, അതായത് ING, ED, EN ഒക്കെ വേർബ്സിന്റെ കൂടെ ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ആഡ്ജക്റ്റീവ്സ്.
പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഒരു ഗ്രൂപ്പിലെ ഈച്ച് പേഴ്സൺ അല്ലെങ്കിൽ തിങ്ങിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. 2-3 ആഡ്ജക്റ്റീവ്സിനെ കമ്പൈൻ ചെയ്ത് പറയുന്നത്. Now let's talk about the correct use of some special adjectives. അതായത് later, latter, latest, last. Latter എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു ഇൻഡെഫിനിറ്റ് ടൈം ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ലേറ്റർ. ലാറ്റർ എന്ന് പറയുന്നത് പൊസിഷൻ അല്ലെങ്കിൽ ഓർഡർ ആണ് കാണിക്കുന്നത്. ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എ റീസൺ ഹാപ്പനിങ്. ലാസ്റ്റ് എന്ന് പറയുന്നത് എ പൊസിഷൻ ഓർ പോയിന്റ്, അതായത് ഹി സിറ്റിംഗ് ഓൺ എ ലാസ്റ്റ് ബെഞ്ച്. പിന്നെ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽ, അതായത് ഹി ഹാസ് ലിറ്റിൽ മണി. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എ സ്മോൾ എമൗണ്ട് ബട്ട് ഓൾ ദാറ്റ് വാസ് ദർ. പിന്നെ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഫ്യൂ എന്ന് പറയുന്നത് നൺ അല്ലെങ്കിൽ നിൽ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. ദ ഫ്യൂ എന്ന് പറയുന്നത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഓൾ ദാറ്റ് വാസ് ദർ. പിന്നെ എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ്. എൽഡർ എന്ന് പറയുന്നത് സെയിം ഫാമിലിയിലെ മെമ്പേഴ്സിനെ പറ്റി സംസാരിക്കുന്നതാണ്. എൽഡസ്റ്റ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്, അതായത് റെഫർ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി. ഓൾഡർ എന്ന് പറയുന്നത് കമ്പാരിസണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫോർ കാർത്തിക് ഇസ് ഓൾഡർ ദാൻ ഹിസ് ഫ്രണ്ട്. ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാർക്കും സാധനങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് ദി ഓൾഡസ്റ്റ് മോണുമെന്റ് ഇൻ ഇന്ത്യ. പിന്നെ ഫർദർ, ഫാർദർ, ഫർദർ. ഫാർദർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കാണിക്കാൻ യൂസ് ചെയ്യുന്നു. ഫർദർ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് അഡീഷണൽ. പിന്നെ മെനി, എ ഗ്രേറ്റ്, മെനി, മെനി, എ മച്ച്. ഇപ്പൊ മെനി എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് എ ലാർജ് നമ്പർ, അത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. എ ഗ്രേറ്റ് മെനി എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് എ ലാർജ് നമ്പർ. മെനി എ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് സെവറൽ. മെനി എ സോൾജർ. മച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ് ടു റെപ്രസെന്റ് ക്വാണ്ടിറ്റി. ഇപ്പോൾ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഇനി ആഡ്ജക്റ്റീവ്സിന്റെ പൊസിഷൻ, അതായത് ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾസ് നോക്കാം. ദ ജനറസ് കിങ്. ദ കിങ് ഈസ് ജനറസ്. അപ്പൊ ആഡ്ജക്റ്റീവ്സ് അത് മോഡിഫൈ ചെയ്യുന്ന നൗണിന് മുൻപ് വരികയാണെങ്കിൽ അതിന് ആട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ വെർബിന് ശേഷം അല്ലെങ്കിൽ പ്രെഡിക്കേറ്റിൽ വരുന്ന ആഡ്ജക്റ്റീവിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റീവ് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ചില ആഡ്ജക്റ്റീവ്സ് ആട്രിബ്യൂട്ടീവ് പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യൂ, ചില ആഡ്ജക്റ്റീവ്സ് പ്രെഡിക്കേറ്റീവ് പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യൂ. Now let's talk about degrees of comparison. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ഫോംസ് കാണാം. ടോൾ, ടോളർ ദാൻ, ടോളസ്റ്റ്. ഇപ്പോൾ ടോൾ, ടോളർ, ടോളസ്റ്റ്, ഇതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഈ ടോൾ എന്ന് പറയുന്ന ആ ആഡ്ജക്റ്റീവിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ്, അതിനെ പോസിറ്റീവ് ഡിഗ്രി എന്നാണ് നമ്മൾ പറയുന്നത്. ടോളർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്, ഇത് കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 സാധനങ്ങളെ കമ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ടോളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റി ആണ്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുക? ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ ഗംഗ ഇസ് ദി ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോ അതർ റിവർ ഇൻ ഇന്ത്യ ഈസ് ആസ് ലോങ് ആസ് ഗംഗ. അവിടെ പോസിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗംഗ ഈസ് ലോങ്ങർ ദാൻ ഓൾ അതർ റിവേഴ്സ് ഇൻ ഇന്ത്യ. അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Now let's discuss determiners. Determiners എന്ന് പറയുന്നത് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് നൗണിനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. They function as adjectives. അത് കോമൺ ആയിട്ട് നൗൺസിന് മുൻപാണ് യൂസ് ചെയ്യുന്നത്. There are different types of determiners. A and the, also known as articles. This, that, these, those, known as demonstratives. My, our, his, her, your, known as possessive. പിന്നെ quantifiers, few, little, much more പോലെയുള്ള quantifiers. പിന്നെ numbers, അതായത് 1, 2, first, second പോലെയുള്ള numbers. ആർട്ടിക്കിൾസിനെ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് എന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴൊക്കെയാണ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്?
കോൺസണന്റ് സൗണ്ട്സിൽ ബിഗിൻ ചെയ്യുന്ന വാക്കുകൾക്ക് മുന്നിലാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. പിന്നെ വവൽ സൗണ്ട്സ് വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. We use a before or and before singular nouns which are countable. പിന്നെ ക്ലാസ് റെഫർ ചെയ്യുന്ന നൗൺസിന് മുൻപ്. പിന്നെ ചില ക്വാണ്ടിറ്റി, നമ്പർ, പ്രൈസ്, സ്പീഡിന്റെ ഒക്കെ എക്സ്പ്രഷൻസിന് മുൻപ്, അതായത് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസസിൽ, അതായത് വാട്ട് എ മാർവലസ് വിക്ടറി. പിന്നെ വൺ ആൻഡ് എവറി എന്ന സെൻസിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ എ അല്ലെങ്കിൽ ആൻ പ്ലൂറൽ നൗൺ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസിന് മുൻപിൽ യൂസ് ചെയ്യാറ് ഇല്ല. പിന്നെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയ ദന്റെ കേസിൽ യുണീക്ക് ആയിട്ടുള്ള ചില നൗൺസിന് മുൻപ്, അതായത് ദ മൂൺ, ദ എർത്ത് പോലെ യുണീക്ക് ആയിട്ടുള്ള ചില നൗൺസിന് മുൻപ് ദ യൂസ് ചെയ്യും. പിന്നെ ഓൾറെഡി മുൻപ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു നൗണിന് മുൻപ് നമ്മൾ ദ യൂസ് ചെയ്യും. പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുള്ള ആഡ്ജക്റ്റീവ്സിന്റെ മുൻപിൽ. പിന്നെ നെക്സ്റ്റ്, ലാസ്റ്റ്, അൾട്ടിമേറ്റ് പോലെയുള്ള ചില വേർഡ്സിന്റെ മുന്നിൽ, ക്ലാസ് റെപ്രസെന്റ് ചെയ്യുന്ന നൗൺസിന് മുൻപ്. പക്ഷെ മാനിന്റെ മുൻപ് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ ദ മാൻ എന്ന് നമ്മൾ പറയില്ല വെൻ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഹ്യൂമൻ റേസ്. പിന്നെ ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ആഡ്ജക്റ്റീവ്സിന്റെ മുൻപിൽ നമ്മൾ യൂസ് ചെയ്യും. ദ റിച്ച് പീപ്പിൾ, ദ ഓണസ്റ്റ് പീപ്പിൾ. പിന്നെ മൗണ്ടൻ റേഞ്ചസ്, ഐലൻഡ് ഗ്രൂപ്പ്സ്, റിവേഴ്സ്, കനാൽസ്, ഓഷ്യൻസ്, സീസ്, ഗൾഫ്, സ്ട്രേറ്റ്സിന്റെ ഒക്കെ പേരിന്റെ മുൻപിൽ യൂസ് ചെയ്യും. പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ്, എപ്പിക്സിന്റെ പേരിന്റെ മുന്നിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഡെസേർട്സ്, ഫോറസ്റ്റ്, ട്രെയിൻസ്, ഹോട്ടൽസിന്റെ ഒക്കെ പേരിന്റെ മുൻപിൽ യൂസ് ചെയ്യും. പിന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യാത്തത്? അതായത് സിംഗിൾ മൗണ്ടൻ, പീക്ക്, ഐലൻഡിന്റെ പേരിന് മുൻപ് യൂസ് ചെയ്യില്ല. പ്ലേസസിന്റെ മുന്നിൽ യൂസ് ചെയ്യില്ല. അബ്സ്ട്രാക്ട് നൗൺസിന്റെ മുൻപിൽ യൂസ് ചെയ്യില്ല. ചർച്ച്, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ് ഇതിന്റെ ഒന്നും മുൻപ് യൂസ് ചെയ്യില്ല. വെൻ ദേ ആർ വിസിറ്റഡ് ഫോർ ദ പർപ്പസ് ഇൻ വിച്ച് ദേ ആർ കൺസ്ട്രക്റ്റഡ്. പക്ഷെ നമ്മൾ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് അത് ആ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യണം. ഇപ്പോൾ he is admitted to a hospital as a patient. She went to the school to visit the principal. He went to the school to meet Mr. Raj. പിന്നെ വർക്ക് എന്ന വേർഡ് ഒരു പ്ലേസ് ഓഫ് വർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഷീസ് ഓൺ ഹർ വേ ടു വർക്ക്. പിന്നെ ഹോം നമ്മൾ അലോൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, വി വെന്റ് ഹോം ടുഗദർ, ദ ഹോം ഫോർ ദ ഡിസേബിൾഡ്. അതായത് ഹോമിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വി ഹാവ് ടു യൂസ് ദ. പിന്നെ ഒരാൾ അയാളുടെ സ്വന്തം ടൗണിനെ പറ്റി പറയുമ്പോൾ പിന്നെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസിന് മുൻപ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷന് മുൻപ് ദ യൂസ് ചെയ്യില്ല. ലൈക്ക് അറ്റ് സീ, അറ്റ് നൂൺ, അങ്ങനെയുള്ള എക്സ്പ്രഷൻസിന് മുൻപിൽ ദ യൂസ് ചെയ്യില്ല. പിന്നെ ദ യൂസ് ചെയ്യാത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥലങ്ങളുടെ നെയിം ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ളപ്പോൾ, സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെ നെയിം, ആ കേസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യില്ല. പിന്നെ പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി എന്നത് വേറൊരു ടേം വെച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും, അതായത് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. പിന്നെ നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആഡ്വേർബ്സ്. ആഡ്വേർബ്സ് എന്ന് പറയുമ്പോൾ വേർബ്സിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വേർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന words are adverbs. Usually adverbs are formed by adding ly to adjectives. Now let's talk about the position of adverbs. Adverbs of manner. അത് verb intransitive ആണെങ്കിൽ adverb of manner അതിന് ശേഷമാണ് നമ്മൾ വെക്കുക. ഇപ്പോ she walked carefully, she sang loudly. Verb transitive ആണെങ്കിൽ ഓബ്ജക്റ്റിന് ശേഷമായിരിക്കും ആഡ്വേർബ്സ് ഓഫ് മാനർ വെക്കുക. ഷീ ഓപ്പൺ ദ ഡോർ ജെന്റ്ലി, ഷീ ഏറ്റ് ദ സ്വീറ്റ്സ് ഹറിഡ്ലി. പിന്നെ സ്റ്റുപ്പിഡ്ലി, ജനറസ്ലി, ഫൂളിഷ്ലി, കൈൻഡ്ലി പോലെയുള്ള ആഡ്വേർബ്സ്
വെർബിന് മുൻപാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ആക്ഷന് അപ്ലൈ ചെയ്യും. അത് വെർബിന് ശേഷമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് മീനിങ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഷീ ടോക്ക് ടു ദ പുവർ ലേഡി കൈൻഡ്ലി. ഷീ കൈൻഡ്ലി ടോക്ക് ടു ദ പുവർ ലേഡി. അവിടെ ആ മീനിങ്ങിന് ചെറിയൊരു ഡിഫറൻസ് വന്നു. പിന്നെ ആഡ്വേർബ്സ് ഓഫ് മാനർ ലൈക്ക് ബാഡ്ലി ആൻഡ് വെല്ല് വെർബിന് മുമ്പോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് മുമ്പോ പ്ലേസ് ചെയ്യുന്നത് അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കുമ്പോഴാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുൻപ് പ്ലേസ് ചെയ്യുന്നത് പാസീവ് വോയിസ് ആയിരിക്കുമ്പോഴാണ്. Now let's talk about adverb of place. Adverb of place എന്ന് പറയുന്നത് here, there, nowhere, somewhere ഇതൊക്കെയാണ്. അത് ഓബ്ജക്റ്റിന് ശേഷമാണ് വെക്കുക വെർബ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ. ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ adverbs of place വെർബിന് ശേഷമായിരിക്കും വെക്കുക. പിന്നെ somewhere and anywhere നമ്മൾ they are used in the same way as some and any. പിന്നെ ഹിയർ ആൻഡ് ദെയർ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് ഗോ, കം തുടങ്ങിയ വേർബ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. So now let's look at adverbs of time. Recently, soon, afterwards, eventually, lately തുടങ്ങിയ adverbs of time ഒന്നില്ലെങ്കിൽ ക്ലോസിന്റെ ബിഗിനിങ് അല്ലെങ്കിൽ ക്ലോസിന്റെ എൻഡിലാണ് യൂസ് ചെയ്യുക. ബിഫോർ, ഏർലി, ലേറ്റ്, ഇമ്മീഡിയറ്റ്ലി പോലെയുള്ളത് adverbs ക്ലോസിന്റെ എൻഡിലാണ് യൂസ് ചെയ്യുക. സിൻസ്, എവർ, സിൻസ് ഒക്കെ സാധാരണ എൻഡ് പൊസിഷനിലാണ് വരുന്നത്. പിന്നെ യെറ്റ് എന്ന് പറയുന്നത് വെർബിന് ശേഷമാണ് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ വെർബ് പ്ലസ് ഒബ്ജക്റ്റിന് ശേഷമാണ് പ്ലേസ് ചെയ്യുക. പക്ഷെ ഒബ്ജക്റ്റിന് മെനി വേർഡ്സ് ഉണ്ടെങ്കിൽ യെറ്റ് വെർബിന് മുൻപാണ് പ്ലേസ് ചെയ്യുക. യെറ്റ് എന്ന് പറയുന്നത് അൺടിൽ പ്രസന്റ് ടൈം എന്നാണ് റെഫർ ചെയ്യുന്നത്. പക്ഷെ അത് സ്റ്റിൽ എന്താണ്, സ്റ്റിൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആക്ഷനെ ഇംപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഷി ഹാസൻ കോൾ മീ യെറ്റ്, അതായത് ഈ സമയം വരെ അവള് കോൾ ചെയ്തിട്ടില്ല. ഷി സ്റ്റിൽ ഡസൻ കോൾ മീ, ഇറ്റ് മീൻസ് ദാറ്റ് ഷി ഹാസൻ സ്റ്റിൽ കോൾഡ് മീ, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. Now let's talk about adverbs of frequency. Adverbs of frequency ever, never, hardly, rarely, seldom തുടങ്ങിയ adverbs of frequency ബി ഫോം ഓഫ് ദ വെർബിന് ശേഷമാണ് യൂസ് ചെയ്യുക. ഇന്റർഗേറ്റീവ് സെന്റൻസസിന്റെ കേസിൽ ഇങ്ങനെയുള്ള adverbs they are placed after the auxiliary plus subject. പിന്നെ യൂസ് ടൂനും ഹാവ് ടൂനും മുൻപായിരിക്കും ഈ തരം adverbs യൂസ് ചെയ്യുക. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഫ്രീക്വൻസി ആഡ്വെർബ് മെയിൻ വെർബിന് മുൻപാണ് പ്ലേസ് ചെയ്യുക. ഹാർഡ്ലി, എവർ, റയർലി പോലെയുള്ള ആഡ്വേർബ്സ് സെന്റൻസിന് മുൻപാണുള്ളതെങ്കിൽ മെയിൻ വെർബ് മസ്റ്റ് ബി ഇൻവേർട്ടഡ്. പിന്നെ അതേപോലെ തന്നെ ഹാർഡ്ലി, നോ സൂണർ, നെവർ പോലെയുള്ള ആഡ്വേർബ്സ് സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ വെക്കുന്നത് സെന്റൻസസിന് എംഫസിസ് കൊടുക്കാനാണ്. Now let's talk about adverbs of degree. Adverbs of degree such as quiet, almost, absolutely പോലെയുള്ള adverbs of degree ഒരു adjectiveനെ അല്ലെങ്കിൽ another adverbനെ മോഡിഫൈ ചെയ്യുന്നത് അതിന് മുൻപാണ് പ്ലേസ് ചെയ്യുക. ഷീ ഈസ് ക്വയറ്റ്, ഹംബിൾ, ഷീ ഹാഡ് ഓൾമോസ്റ്റ് റീച്ച് കാലിക്കറ്റ്. പിന്നെ ഓൾമോസ്റ്റ്, ബെയർലി, ഇനഫ് പോലെയുള്ള adverbs of degree verbsനെ മോഡിഫൈ ചെയ്യുന്നു. ജസ്റ്റ് ആൻഡ് ഓൺലി എന്ന് പറയുന്നത് അത് അപ്ലൈ ചെയ്യുന്ന വേർഡിന് തൊട്ട് മുമ്പാണ് പ്ലേസ്. പിന്നെ ഫെയർലി പോസിറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്യുക, റാദർ പോസിറ്റീവ് നെഗറ്റീവ് സെൻസിലും യൂസ് ചെയ്യും. ഇനി നമ്മൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഓർഡർ ഓഫ് adverbs. ഒരു സെന്റൻസിൽ രണ്ടോ കൂടുതൽ ആഡ്വേർബ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ മാനർ, പ്ലേസ്, ടൈം എന്ന് ആയിരിക്കും. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അവേ, ബാക്ക്, ഡൗൺ എല്ലാം ആഡ്വേർബ്സ് ഓഫ് മാനറിന് മുൻപാണ് പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രോനൗൺസ്. ഇപ്പൊ പ്രോനൗൺസ് എന്ന്
പറയുന്നത് നൗൺസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നൗൺസ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നൗൺസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺസ്. ഇപ്പോൾ ദർ ആർ പേഴ്സണൽ പ്രോനൗൺസ്, അതായത് പല ഫോംസിൽ പേഴ്സൺസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രോനൗൺസ്. The first person pronouns I, we, second person pronoun you, third person, അതായത് which refers to the person being spoken about, he, she, it, said. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരോടാണോ സംസാരിക്കുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് യു. So here are some examples on the screen. ഇനി എന്താണ് ഇറ്റ് എന്ന പ്രോനൗണിന്റെ യൂസ്? ഇറ്റ് യൂഷ്വലി റെഫേഴ്സ് ടു നോൺ ലിവിങ് തിങ്സ് ഓർ ആനിമൽസ്. പിന്നെ ടൈമും ഡിസ്റ്റൻസും കാണിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് യൂസ് ചെയ്യുന്നു. മുൻപ് പറഞ്ഞിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ തിങ്ങിനെ പറ്റി സംസാരിക്കാനായിട്ട് ഇറ്റ് യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻട്രഡക്ടറി ഇൻ സെന്റൻസസ്. ഇറ്റ് വാസ് ഹേമ ഹു ഹെൽപ് മീ റൈറ്റ് ദിസ് ലെറ്റർ. പിന്നെ ഇംപേഴ്സണൽ വേർബ്സിന് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇറ്റ് യൂസ് ചെയ്യുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് ഗുഡ്. പിന്നെ ചൈൽഡ്, ബേബി എന്നതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറ്റ് യൂസ് ചെയ്യും. പിന്നെ റിഫ്ലെക്സീവ് പ്രോനൗൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കുമ്പോഴാണ്. അത് സെൽഫ് അല്ലെങ്കിൽ സെൽഫ്സ് എന്ന് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺസ് ഫോം ചെയ്യുന്നത്. റിഫ്ലെക്സീവ് പ്രോനൗൺ വെർബ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമാണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് യു ഷുഡ് നോട്ട് ഹേർട്ട് യുവർ സെൽഫ്. പിന്നെ നെക്സ്റ്റ് വി ഹാവ് ടു ടോക്ക് അബൌട്ട് എംഫാറ്റിക് പ്രോനൗൺസ്. അതായത് എംഫസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിഫ്ലക്റ്റീവ് പ്രോനൗൺസിനെയാണ് നമ്മൾ എംഫാറ്റിക് പ്രോനൗൺസ് എന്ന് പറയുന്നത്. സോ ഹിയർ ആർ സം പേഴ്സണൽ പ്രോനൗൺസ് ആൻഡ് സം റിഫ്ലെക്സീവ് പ്രോനൗൺസ്. ഇന്ററഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത് ദേ ആർ പ്രോനൗൺസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. പിന്നെ ചില ഇന്റർഗേറ്റീവ് പ്രോനൗൺസിന്റെ യൂസ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂ, ഹൂം, ഹൂസ് ഒക്കെ നമ്മൾ ദേ ആർ യൂസ്ഡ് ഓൺലി വിത്ത് പേഴ്സൺസ്. വാട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി വിത്ത് തിങ്സ്. പിന്നെ വിച്ച് ഇസ് യൂസ് ഫോർ ബോത്ത് പീപ്പിൾ ആൻഡ് തിങ്സ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് റെഫർ ചെയ്യാനാണ്. പിന്നെ നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് നൈദർ ആൻഡ് ഐദർ. അത് രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ സാധനങ്ങളെ പറ്റി പറയാനാണ് നൈദർ അല്ലെങ്കിൽ ഐദർ യൂസ് ചെയ്യുന്നത്. നൈദർ എന്ന് പറയുന്നത് നോട്ട് ദ വൺ ആൻഡ് നോട്ട് ദി അതർ പേഴ്സൺ ഓർ തിങ്. ഇറ്റ് മീൻസ് നോട്ട് വൺ ഓർ ദി അതർ. ഐദർ എന്ന് പറയുന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന്. സി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈദർ ഓഫ് ദം വാസ് ഇൻവൈറ്റഡ് ടു ദ ഫംഗ്ഷൻ വെച്ചാൽ അവരെ രണ്ടുപേരെയും ഫംഗ്ഷന് വിളിച്ചിട്ടില്ല. ഐദർ ഓഫ് യു ക്യാൻ സിംഗ് എ സോങ് എന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് ഈ സോങ് സിംഗ് ചെയ്യാം. Now let's talk about reciprocal pronouns. ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോനൗൺസ് ആണ് റെസിപ്രോക്കൽ പ്രോനൗൺസ്. എക്സാമ്പിൾ ഈച്ച് അതർ, വൺ അനദർ. ഇപ്പോൾ ഈച്ച് അതർ എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരും രണ്ട് സാധനങ്ങളെ റെഫർ ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ പക്ഷെ വൺ അനദർ എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് റെഫർ ടു മോർ ദാൻ ടു പേഴ്സൺസ് ഓർ തിങ്സ്. ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത് ആളുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ ഒരു ജനറൽ വേയിൽ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് ആണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. എവറിബഡി, എവറിവൺ എല്ലാം ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. Now let's talk about each, every and both. Each, every, both. അതിൽ ഈച്ച് ആൻഡ് എവറി ഒരു സിംഗുലർ വെർബിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ബോത്ത് ഒരു പ്ലൂറൽ വെർബ്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. സം ആൻഡ് എനി പ്ലൂറൽ നൗൺസിന്റെ കൂടെ
യൂസ് ചെയ്യുന്നു. സം പോസിറ്റീവ് സെൻസിലും എനി നെഗറ്റീവ് സെൻസിലുമാണ് യൂസ് ചെയ്യുന്നത്. സം ആൻഡ് എനി സിംഗുലർ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റെഫർ ടു സംതിങ് ദാറ്റ് ഇസ് നോട്ട് സ്പെസിഫിക്. കോമ്പൗണ്ട്സ് ഓഫ് സം, അതായത് സംബഡി, സംവൺ, പിന്നെ അതേപോലെ തന്നെ എനിയുടെയും നണ്ണിന്റെയും കോമ്പൗണ്ട് ഒക്കെ സിംഗുലർ വേർബ്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ യൂസ് ഓഫ് വൺ. വൺ എന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി ഓർ ഷീ യൂസ് ചെയ്യുന്നത് പോലെ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിന്റെ കറക്റ്റ് യൂസേജ് വൺ ഷുഡ് ലവ് വൺസ് കൺട്രി എന്നാണ്, വൺ ഷുഡ് ലവ് ഹിസ് കൺട്രി എന്ന് അല്ല. Now let's talk about demonstrative pronouns. Demonstrative pronouns എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ തിങ്ങിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. അതായത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എല്ലാം. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആഡ്ജക്റ്റീവ്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അത് പലപ്പോഴും എംഫസിസിന് യൂസ് ചെയ്യുന്നു. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് അതിനു മുൻപ് പറഞ്ഞിട്ടുള്ള നൗണിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് ആണ്. ഹൂ, വെൻ, വെയർ, ഇതെല്ലാം റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. ഇനി ഹൂ, വിച്ച്, ദാറ്റ് ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഹൂ പേഴ്സൺ ആൾക്കാരെ റെഫർ ചെയ്യാനാണ് യൂസ് ചെയ്യുക. വിച്ച് ആനിമൽസ് അല്ലെങ്കിൽ തിങ്സിനെ റെഫർ ചെയ്യാനാണ് യൂസ് ചെയ്യുക. ദാറ്റ് പേഴ്സൺസ് ആൻഡ് തിങ്സിനെ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. Now let's talk about prepositions. Prepositions എന്ന് പറയുന്നത് ഒരു നൗണിനെയോ പ്രോനൗണിനെയോ മറ്റ് വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, മറ്റ് വേർഡ്സുമായിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സെന്റൻസിൽ അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുക. They are usually used before nouns or pronouns. Now let's talk about simple prepositions and phrase prepositions. Simple prepositions എന്ന് പറയുമ്പോൾ they are just single word prepositions, in, at, on. Phrase prepositions എന്ന് പറയുന്നത് word groups that function as prepositions. Example, along with, instead of, ഇതെല്ലാം. ഇനി എന്തൊക്കെയാണ് പ്രിപ്പോസിഷൻസിന്റെ യൂസ്? പ്രിപ്പോസിഷൻസ് ടൈം കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അറ്റ് എക്സാക്ട് ടൈം കാണിക്കാൻ, ഓൺ, ഡേയ്സ്, ഡേറ്റ്സ്, പാർട്ട് ഓഫ് എനി ഡേ കാണിക്കാനായിട്ട്, പിന്നെ ഇൻ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാനായിട്ട്, മന്ത്സ് ആൻഡ് ഇയേഴ്സ് കാണിക്കാനായിട്ട്, പിന്നെ ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം ടേക്കൺ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ അത് കാണിക്കാനായിട്ട്, പിന്നെ ഒരു എക്സാമ്പിൾ ഹീസ് ഓൺ ടൈം എന്ന് പറയുമ്പോൾ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഷെഡ്യൂൾ ടൈം. ഹീസ് ഓൺ ടൈം എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ ടൈമിന് എത്തി എന്നാണ്. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നോട്ട് ലേറ്റ് എന്നാണ്. ഇൻ ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഡിഡ് നോട്ട് റൺ ദ റിസ്ക് ഓഫ് ബീയിങ് ലേറ്റ്. പിന്നെ വിത്തിൻ എന്ന് പറയുന്നത് an action that will be completed within a certain time period. അത് കാണിക്കാനാണ് നമ്മൾ വിത്തിൻ യൂസ് ചെയ്യുക. For example, the articles for college magazines should be sent within a week. For ഒരു ആക്ഷന്റെ ഡ്യൂറേഷൻ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യും. സിൻസ് ഒരു പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. ഡ്യൂറിങ് ഒരു ഡ്യൂറേഷൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. ആഫ്റ്റർ എന്ന് പറയുന്നത് ഒരു ലേറ്റർ ടൈം കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. ഫ്രം എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ പ്രിപ്പോസിഷൻസ് അതേപോലെ പ്ലേസസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബിഫോർ ദാറ്റ് അൺടിൽ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഇന്ന സമയം വരെ കണ്ടിന്യൂ ചെയ്യുന്നു കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. സോ now let's talk about prepositions that are used to denote place. അപ്പൊ അറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഓർ ലൊക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഇൻ എന്ന് പറയുന്നത് പ്ലേസസ് ഇൻ ജനറൽ കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. ഓൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് പ്ലേസ് ഓഫ് വർക്ക് ഒരു ബിൽഡിങ് അല്ലെങ്കിൽ,
അതായത് ഇപ്പോൾ ദ വില്ലേജസ് ആർ വർക്കിംഗ് ഓൺ എ പ്ലാന്റേഷൻ. അവിടെ ആ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ മൂവ്മെന്റ് കാണിക്കാനായിട്ട് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ടു എന്ന് പറയുന്നത് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. ഇൻ ടു എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്പേസിലേക്കുള്ള എൻട്രി കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. ത്രൂ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഒരു പാസേജ് കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പ് എന്ന് പറയുന്നത് ഒരു എലിവേറ്റഡ് പോയിന്റിലേക്കുള്ള മൂവ്മെന്റ് കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. ഡൗൺ എന്ന് പറയുന്നത് ഹയർ പൊസിഷനിൽ നിന്ന് ലോവർ പൊസിഷനിലേക്കുള്ള മൂവ്മെന്റ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ഫ്രോം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു മൂവ്മെന്റിനെ കാണിക്കാനായിട്ട് നമ്മൾ ഫ്രോം യൂസ് ചെയ്യും. പിന്നെ ഓവർ എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും മുകളിലുള്ള മൂവ്മെന്റിനെ കാണിക്കാനായിട്ടാണ് നമ്മൾ ഓവർ യൂസ് ചെയ്യുക. അക്രോസ് എന്ന് പറയുന്ന ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കുള്ള മൂവ്മെന്റ് കാണിക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അണ്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും താഴെ അല്ലെങ്കിൽ ബിനീത്തുള്ള മൂവ്മെന്റിനെ കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. Now let's talk about some other prepositions. Between and among. Between രണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റി പറയുമ്പോഴാണ് യൂസ് ചെയ്യുക. പിന്നെ among എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ സാധനങ്ങൾ ഉള്ളപ്പോഴാണ് യൂസ് ചെയ്യുക. പിന്നെ beside and besides. Beside എന്ന് പറയുന്നത് സൈഡിൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിസൈഡ്സ് എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇൻ അഡീഷൻ ടു എന്നാണ്. പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ്, ഓപ്പോസിറ്റ്, ബിനീത്ത് എന്നത് യൂസ് ചെയ്യുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും മുൻപിലുള്ള പൊസിഷൻ, അതായത് ടോൾ ബോയ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതർ സൈഡ്. ബിനീത്ത് എന്ന് പറയുന്നത് ലോവർ പൊസിഷനെ പറ്റി പറയാനായിട്ടാണ് യൂസ് ചെയ്യുക. വിത്ത് ആൻഡ് ബൈ എപ്പോഴാണ് യൂസ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുമ്പോൾ. പിന്നെ ബൈ എന്ന് പറയുന്നത് ഏജൻസ് ഓർ ഡൂവേഴ്സ് ഓഫ് ആൻ ആക്ഷനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ. പിന്നെ അപ് ടു എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇൻ ആൻഡ് ഇൻ ടു. ഇന്ന് യൂസ് ചെയ്യുന്നത് പൊസിഷന്റെ കേസിൽ യൂസ് ചെയ്യും, ഡ്രസ്സിന്റെ കേസിൽ യൂസ് ചെയ്യും, സറൗണ്ടിങ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസിന്റെ കേസിൽ യൂസ് ചെയ്യും. ഇൻ ടു മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ കാണിക്കാൻ യൂസ് ചെയ്യും, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ certain prepositions നമ്മൾ സെവറൽ വെർബ്സിന്റെയും നൗൺസിന്റെയും ആഡ്ജക്റ്റീവ്സിന്റെയും ശേഷം യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് കാണാം. agree to someone, depend on something. ഇനി now let's talk about conjunctions. They are basically connecting words. അതായത് വേർഡ്സിനെയോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ കണക്ട് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. They are also referred to as connectives or linkers. ഇനി ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന കൺജങ്ഷൻസിനെയാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ്, ബട്ട്, സോ, സ്റ്റിൽ എല്ലാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഇനി സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസിനെ ഒരു സബോർഡിനേറ്റ് ക്ലാസുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസിനെയാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. He is angry because his friends teased him. So he is angry because his friends teased him. ഇനി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയാം. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് they are a group of words which depend on another clause to have complete meaning. ഇനി now let's talk about correlative conjunctions. Correlative conjunctions എന്ന് പറയുമ്പോൾ they are coordinators used in pairs, അതായത് either or, neither nor, ഇതെല്ലാം correlative conjunctions ആണ്. Now finally let's talk about interjunctions. Interjunctions സഡൻ ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അതായത് ഹുറാ, ഔച്ച് പോലെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. Now there are different types of interjunctions. Interjunctions expressing happiness, hurrah, wow പോലെ. പിന്നെ praise അല്ലെങ്കിൽ approval, അതായത് well done, brilliant, bravo. പിന്നെ surprise,
ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഓ വാട്ട് ഗോഷ് അതല്ല. പിന്നെ പെയിൻ അല്ലെങ്കിൽ ഗ്രീഫ് കാണിക്കാനായിട്ട് അലാസ്, ഔച്ച് അതുപോലെയുള്ള ഇന്റർജെക്ഷൻസ്. പിന്നെ ഡൗട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇന്റർജെക്ഷൻസ് പോലെയുള്ള ഇന്റർജെക്ഷൻസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യു ഹാവ് ടു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻസ്, പിന്നെ ചില ടൈപ്സ് ഓഫ് വേർഡ്സ് ഒക്കെ അറിയുന്ന ഓർഡർ, പിന്നെ ഓരോ ടൈപ്പ് ഓഫ് വേർഡ്സിന്റെ യൂസസ്, ഇതെല്ലാമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. Now let's look at some questions really quickly. എന്താണ് verb എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ verb എന്ന് പറഞ്ഞാൽ it's a type of word that indicates an action, state of being or occurrence. എന്താണ് lexical verbs എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മീനിങ് ഉള്ള verbs. എന്താണ് auxiliary verbs? Auxiliary verbs grammatical verbs ആണ്, ഇൻഡിപെൻഡന്റ് മീനിങ് ഇല്ല. പിന്നെ ഏത് വേർബ്സിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും പറയുന്നത്? ഓക്സിലറി വേർബ്സിന്. പിന്നെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓക്സിലറി? പ്രൈമറി ഓക്സിലറി ആൻഡ് മൊഡാൽ ഓക്സിലറി. പിന്നെ പ്രൈമറി ഓക്സിലറി വേർബ്സിന് എക്സാമ്പിൾ എഴുതാം ആം, എസ്. പിന്നെ മൊഡാൽ ഓക്സിലറി വേർബ്സിന് 2 എക്സാമ്പിൾ എഴുതാം വില്ല്, ഷൽ. പിന്നെ എന്താണ് ആഡ്വേർബ്സ്? വേർബിനെ അല്ലെങ്കിൽ ആഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ വേറൊരു ആഡ്വർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുക. പക്ഷെ കോമൺ ആയിട്ട് വി ജസ്റ്റ് സേ വേർഡ്സ് ദാറ്റ് മോഡിഫൈ എ വെർബ്. പിന്നെ എന്തൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആഡ്വേർബ്സ്? ആഡ്വേർബ്സ് ഓഫ് പ്ലേസ് ആൻഡ് ആഡ്വേർബ്സ് ഓഫ് ടൈം. പിന്നെ എന്താണ് പ്രോനൗൺസ്? നൗൺസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺസ്. പിന്നെ എന്ത് ടൈപ്പ് പ്രോനൗൺസ് ആണ് ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ തിങ്ങിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. പിന്നെ പേഴ്സൺസിനെ മെനി ഫോംസിൽ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രോനൗൺസ്. പിന്നെ എന്താണ് റിലേറ്റീവ് പ്രോനൗൺസ്? അതായത് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ്. പിന്നെ വാട്ട് ആർ റെസിപ്രോക്കൽ പ്രോനൗൺസ്? റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് ആണ് റെസിപ്രോക്കൽ പ്രോനൗൺസ്. എന്താണ് ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ്? ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് ആണ് ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ്. എന്താണ് പ്രിപ്പോസിഷൻസ്? പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഒരു നൗണിനെയോ പ്രോനൗണിനെയോ സെന്റൻസിലെ മറ്റ് വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻസ്. എന്താണ് ഫ്രേസ് പ്രിപ്പോസിഷൻസ്? അതായത് പ്രിപ്പോസിഷൻസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന വേർഡ് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഫ്രേസ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കൺജങ്ഷൻസ്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോറിലേറ്റീവ് കൺജങ്ഷൻസ്. പിന്നെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് 2 എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ആൻഡ് ഹൗഎവർ ആർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എന്താണ് ഇന്റർജങ്ഷൻ? ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇന്റർജങ്ഷൻസ്. ഹാപ്പിനെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇന്റർജങ്ഷൻ എക്സാമ്പിൾസ് ഹുറ ആൻഡ് ഹിപ്പി. ഹിപ്പി അല്ല, യിപ്പി. ഹുറ ആൻഡ് യിപ്പി. So that's it for the questions. Thank you.